ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ്, സൺഡേ മോർണിംഗ്, അതായത് ജൂൺ 21. ഇന്നാണ് വേൾഡ് മോട്ടോർ സൈക്കിൾ ഡേ. മോസ്റ്റ് ഓഫ് ദി ബ്രാൻഡ്സും ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഈ ബാംഗ്ലൂർ ആയാലും നമുക്കൊരു TVS റൈഡ് ഉണ്ടായിരുന്നു, അതിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ പല പല ഗ്രൂപ്പുകളും ബ്രാൻഡുകളും ഇന്ന് റൈഡ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴി കുറച്ച് ബൈക്കേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്, നമ്മൾ ചുമ്മാ വന്നിറങ്ങിയതാണ്. അപ്പോൾ വേൾഡ് മോട്ടോർ സൈക്കിൾ ഡേ എന്നൊന്നുമല്ല, നമുക്ക് എനി ഡേയ്സ് മോട്ടോർ സൈക്കിൾ ഡേ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഒരു പ്രത്യേക ഇവൻ്റ് എന്നുള്ള രീതിയിൽ പോകുമ്പോഴൊക്കെ അതിൻ്റേതായ ഒരു വൈബ് വേറെയാണ്. മോട്ടോർ സൈക്കിൾ ഡേ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമ്പോഴായാലും അതൊക്കെ ഒരു പ്രത്യേക, കാരണം കുറേ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു ഇവൻ്റ് ആയിരിക്കുമല്ലോ. പല പല രീതിയിലുള്ള ആൾക്കാർ, പല പല റൈഡേഴ്സ്, പല പല ടൈപ്പ് വണ്ടികളുള്ളവർ, പല ഏജിലുള്ളവർ, ഇവരെല്ലാം ഒരുമിച്ച് അങ്ങനെ ഒരു ഇവൻറ്റിന് പങ്കെടുക്കുമ്പം അവരവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോഴും അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. ആസ് യൂഷ്വൽ നമ്മളങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഇന്ന ലൊക്കേഷനൊന്നോ ഇന്ന ഡെസ്റ്റിനേഷനൊന്നും ഒന്നുമില്ല. ഞാനിങ്ങനെ വണ്ടി എടുത്ത് രാവിലെ അങ്ങോട്ട് ഇറങ്ങി. ഇത് സത്യം പറഞ്ഞാൽ ഗോവയിൽ പോകുന്നൊരു റൂട്ടാണ്. ഇത് കുറച്ചൊരു ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ആ റോഡ് ചുമ്മാ ഇറങ്ങിയതാണ്. ലാസ്റ്റ് റൈഡ് നമ്മൾ പോയത് അമ്പോലിയിലോട്ടായിരുന്നു. അത് ഒരു രക്ഷയില്ലാത്ത റൈഡുമായിരുന്നു. ഇത് കണ്ടില്ലേ, ആ ഹിൽ ടോപ്പ് എല്ലാം ഇങ്ങനെ ഒരു കോടമഞ്ഞൊക്കെ മൂടി ആ ഒരു വൈബിലിരിക്കുന്നത്. മൺസൂൺ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ അധികം മഴയൊന്നുമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്. അതായത് യാത്രകൾ പോകുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, ഒരു ചില്ലിങ്, അല്ലെങ്കിൽ മനസ്സൊന്ന് റിലാക്സ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗെറ്റ് അവേ, അങ്ങനെയൊക്കെ യാത്ര പോകുമെന്ന് പറഞ്ഞാലും നമ്മളത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഫ്രീക്വൻ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ ആ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന്. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമുക്ക് ഈ യാത്രകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുന്നത്, ഇപ്പം പല പല ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ടല്ലോ, അതിലൊക്കെ ഒരു റിഫൈൻമെൻ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഓഫ് കോഴ്സ് ക്ഷമ, ധൈര്യം. എനിക്ക് ഇത്രയും ധൈര്യമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും പോകാനൊക്കെ ഉള്ളൊരു ധൈര്യമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വണ്ടിയിൽ പോയി തുടങ്ങിയ പിന്നാണ് ആ ഒരു ധൈര്യമൊക്കെ കിട്ടി തുടങ്ങിയത്. അതേപോലെ ക്ഷമ, ഓഫ് കോഴ്സ്. ഇപ്പം പേഷ്യൻസ്, വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കാറിലായാലും ബൈക്കിലായാലും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ക്ഷമ കൂടി വന്നുകൊണ്ടിരിക്കും. ട്രാഫിക്കായാലും റോഡ് കണ്ടീഷൻസ് ആയാലും പോകുന്ന സ്ഥലത്തെ ആളുകളായാലും മറ്റുള്ളവരുടെ പെരുമാറ്റമായാലും, നമ്മൾ മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പം അവിടോട്ട് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ഷമയൊക്കെ പഠിച്ചേ പറ്റും. അല്ലാതെ പുതിയൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നമ്മൾ ആ ഒരു മസിൽ പിടുത്തം കൊണ്ട് നിന്നിട്ട് കാര്യമില്ല. കണ്ടില്ലേ, ആ മൺസൂണൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു നല്ല ഗ്രീനറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ വഴി വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ആദ്യം ഗോവയിൽ പോയപ്പം ഈ റൂട്ടാണ് വന്നത്. ഇന്ന് വലിയ മഞ്ഞൊന്നും പ്രതീക്ഷിക്കണ്ട, വലിയ മഞ്ഞൊന്നും കാണാൻ സാധ്യതയില്ല. കാരണം മഴയൊക്കെ പെയ്തിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി ഇവിടെ. നമ്മളൊരു വരുന്ന വഴി ഒരു വ്യൂ കണ്ടിട്ട് നിർത്തിയതാണ്. ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, 6:30 കഴിഞ്ഞു. നമ്മളെ സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പം കണ്ടില്ലേ, ഇവിടുന്ന് നല്ല നോക്കുമ്പോൾ അങ്ങേ അറ്റത്തെ മലനിരകൾ വരെ കാണാം. അങ്ങ് വരെ ഇങ്ങനെ കിടക്കുന്നതായിട്ട്. ക്യാമറയിൽ എത്ര വെള്ളം കിട്ടുമെന്ന് എനിക്കറിയില്ല,
പക്ഷെ നല്ല ഭംഗിയിലാണ് അതിപ്പോൾ കിടക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ വളവ് കയറി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല വ്യൂ. എങ്കിൽ പിന്നെ ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചു. ഈ റൂട്ട് ആക്ച്വലി നൈസായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൊണ്ട് ഒരു ഗ്രീനറി നല്ല റോഡും ആയിട്ടുണ്ട് ഇതുവരെ. കുറച്ച് കൊടൂര വളമൊക്കെ ഉണ്ട് ചിലപ്പം ഓർക്കപ്പുറത്ത്. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, യാത്ര ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളാണ്. അത് എങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ബൈക്കിൽ പോകണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ബൈക്കിൽ പോവാം, കാറിൽ പോകണമെന്ന് ഇഷ്ടമുള്ളവർക്ക് കാറിൽ പോവാം. പുതിയ പാലമാണെന്ന് തോന്നുന്നല്ലോ. വാവ്. ഫുള്ള് ഡാർക്ക്. ഈ റൂട്ട് ഇപ്പം ഇച്ചിരി മോശമായിട്ട് തുടങ്ങി. പക്ഷേ വൈബ് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലേ, മൺസൂൺ ആയി കഴിയുമ്പോഴത്തേന് ഈ മഴ പെയ്തിട്ട് ഈ ട്രീസിലെല്ലാം ഇങ്ങനെ ഇലയൊക്കെ ആയതുകൊണ്ട് ആ മിക്ക ഫോറസ്റ്റ് റൂട്ടിലും ഇങ്ങനൊരു ഡാർക്ക് വൈബായിരിക്കും. ഇവിടുന്ന് പനാജി 90 കിലോമീറ്റർ. നേരെ എങ്ങോട്ടാലോ? ഇല്ല, ഇന്ന് പോകത്തില്ല. കണ്ടില്ലേ, ആ ഓരോ തവണ വരുമ്പോൾ നമുക്ക് ഓരോ ഫീലാണ്. നമ്മളിപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളിടയ്ക്ക് വല്ലപ്പോഴൊക്കെ മൂന്നാർ പോകും. അതായത് ഇപ്പോൾ ഒരു 4-5 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇതിനു വേണ്ടി പോകാൻ അവിടെ എന്തായിരിക്കും. ഞാൻ ഇത്രയും തവണ പോയിട്ട് മൂന്നാർ മുഴുവനും കണ്ടിട്ടില്ല. ഇപ്പോൾ വട്ടവടയിൽ തന്നെ ഞങ്ങൾ 2-3 തവണ പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വട്ടവട മുഴുവനും കണ്ടിട്ടില്ല. മാത്രമല്ല, ഓരോ തവണ ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ചില സമയത്ത് മൂന്നാറൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. ചില സമയത്ത് ഭയങ്കര മഞ്ഞും നല്ല കോടമഞ്ഞും ഫുള്ളും മൂടിക്കിടക്കുന്ന അന്തരീക്ഷമൊക്കെ ആയിരിക്കും. ചില സമയത്ത് മഴയായിരിക്കും. നമുക്ക് പറയാനൊക്കത്തില്ല. നമുക്ക് ഓരോ തവണ ഓരോ സ്ഥലത്ത്, ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഓരോ തവണ ചെല്ലുമ്പം ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്താ വൈബെന്ന് നോക്കിക്കേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ വീഡിയോയുടെ കൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ യാത്രകളെന്ന് പറഞ്ഞാലേ അതൊരു ഗെറ്റ് അവേക്കോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ റിലാക്സേഷനോ അപ്പുറം ഒരു പേഴ്സൻ്റെ വ്യക്തിത്വം, അയാളുടെ ക്യാരക്ടറും ഒക്കെ റിഫൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതായത് പല കാര്യങ്ങളിലും അയാൾ ബെറ്റർ ആവും. കാരണം നമ്മൾ അനുഭവങ്ങൾ കൂടുകയാണ്, നമ്മൾ എക്സ്പീരിയൻസ് കൂടുകയാണ്, നമ്മൾ പുതിയ ആൾക്കാരെ കാണുകയാണ്, നമ്മൾ പുതിയ സ്ഥലങ്ങളിൽ ചെല്ലുകയാണ്.
നമ്മൾ പല കാര്യങ്ങളും പഠിക്കുകയാണ്. സത്യം ഞാനിപ്പോഴും മെച്ചറല്ല, നേരത്തെ ഒട്ടും മെച്ചറല്ലായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറാൻ തന്നെ കാരണം യാത്രകളാണ്. അത് എനിക്കിഷ്ടപ്പെട്ടത് ബൈക്കായതുകൊണ്ട് ബൈക്കിൽ പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ മോട്ടോർ സൈക്കിളിലുള്ള ട്രാവലിംഗ് എന്ന് പറയുമ്പം നമുക്ക് ആവുന്ന കാലത്തേ ഇത് പറ്റത്തുള്ളൂ. എന്ന് വെച്ച് നമ്മളൊരു 50 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ആവണമെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണം. ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിലേക്ക് വേണ്ടി നോക്കിയിരുന്ന നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. ഞാനതുപോലെ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം മോട്ടിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കാറൊക്കെ ഉണ്ട്. അതായത് ബൈക്ക് വാങ്ങിക്കാൻ മോട്ടോർ സൈക്കിൾ റൈഡിങ്ങിലോട്ട് ഇൻവൈറ്റ് ചെയ്ത്, കാരണം നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു, ഓക്കെ, അവരോടത് ട്രൈ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട അവരത് എൻജോയ് ചെയ്തല്ലേ ഉള്ളൂ. അങ്ങനെ വന്നവരും ഉണ്ട്, ആസ്വദിക്കുന്നവരുണ്ട്. ഇവരെ വെറുപ്പിച്ച് എന്താ പറയുന്നത്, വന്നിട്ട് ഇഷ്ടപ്പെടാത്തവരൊന്നുമില്ല. കാരണം ചെറിയൊരു ആഗ്രഹം ഉണ്ടായിട്ടും അടിച്ചു നിൽക്കുന്നവരായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത് ആ കാര്യത്തെ പറ്റി. ഒരു ബൈക്ക് വാങ്ങണം, റൈഡ് പോകണം, അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റ്. ഇപ്പോൾ റൈഡെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ട്രാവലറാണെന്നൊന്നും അല്ല ഞാൻ പറയണേ. എൻ്റെ ഗെറ്റവേ ബൈക്കിലൊരു ഒരു ചെറിയ റൈഡ് അടിക്കുന്നതാണ്. അതായത് വലിയ ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാതെ ചുമ്മാ പോവാ തിരിച്ചു വരിക. ഇപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങി തിരിച്ചു പോകുന്നതായാലും എനിക്ക് എൻജോയബിളാണ്. അത്തരത്തിൽ ഉള്ള ആൾക്കാർ കാണും, എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ജോലിയൊക്കെ ചെയ്ത്, അതായത് ഒരു വീക്ക് ഫുള്ള് ജോലിയൊക്കെ ചെയ്ത് മനസ്സ് മരവിച്ചിരിക്കുമ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ റൈഡ്, ഒരു ഗെറ്റവേ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ പലരും എന്നോട് റൈഡിങ് ഗിയറിൻ്റെ ഒക്കെ കാര്യം ചോദിക്കാറുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, നമ്മൾ മര്യാദയ്ക്ക് പോയാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ. എന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു ഫോണിന് വേണ്ടി എത്ര രൂപ കളയും? അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ സ്നീക്കേഴ്സ്, ഇപ്പം നൈക്കിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോപ്പുലർ ബ്രാൻഡ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു 10K അറൗണ്ട് നമ്മളൊരു സ്നീക്കേഴ്സിന് വേണ്ടി ചിലവാക്കും, അല്ലെങ്കിൽ ഒരു നോർമൽ ഷൂസിന് വേണ്ടി ചിലവാക്കും. കാരണം നമ്മുടെ സ്റ്റാൻഡേർഡ് അവിടെ കുറഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് ഇമാജിൻ ചെയ്യും, ഇപ്പോൾ നമ്മളൊരു 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തിട്ട് നമ്മളതിലൊരു 2K പോലും വർത്തില്ലാത്തൊരു ഹെൽമെറ്റും വെച്ച്, അത് സ്റ്റാറ്റസിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 200cc വണ്ടിക്കൊക്കെ അതിനനുസരിച്ച് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു എന്തെങ്കിലും ഒരു പാളിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പാക്റ്റ് അതനുസരിച്ചായിരിക്കും. ഇപ്പോൾ അങ്ങനെ പെർഫോമൻസ് ഉള്ള വണ്ടി വേണമെന്നില്ല. ഇപ്പോൾ നല്ലൊരു ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പം നടന്നു പോകുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു സ്കൂട്ടറിലാണെന്ന് വിചാരിച്ചാൽ നമ്മൾ എത്ര ആക്സിഡൻറ്റ് ഉണ്ടെന്നറിയാം. നമ്മൾ പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലത്തെ സിറ്റികളിൽ, അതായത് വലിയ വണ്ടികളുടെ അടിയിൽപ്പെട്ട് മരിക്കുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതിലൊക്കെ തലയിൽ ഇമ്പാക്റ്റ് വരുന്നതിന് ഒരുപാട് നമുക്ക് എന്താ പറയുന്നത്, ഇമ്പാക്റ്റ് വരുന്നത് കുറയ്ക്കാം നല്ലൊരു ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ. നമ്മൾ ബാക്കി ചിലവാക്കുന്ന പൈസയുടെ വെച്ചൊന്ന് നോക്കിയാൽ കമ്പയർ ചെയ്താൽ മതി. നമ്മൾ എന്തിനൊക്കെ ചിലവാക്കി. നമ്മളൊരു ജീൻസിന് വേണ്ടി ചിലപ്പോൾ 5000 ചിലവാക്കുന്നവരുണ്ട്. പിന്നെ പലരും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹെൽമെറ്റിൻ്റെ കാര്യമൊക്കെ. അതായത് ഇപ്പോൾ പതുക്കെ പോകുമ്പം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൻഫീൽഡിലൊക്കെ ഇപ്പോൾ എൻഫീൽഡ് ഞാൻ അങ്ങനെ കുറച്ച് കാണുന്നതല്ല കേട്ടോ. ഇപ്പോൾ ഒരു ലോങ് സ്ട്രോക്ക് എൻജിൻ, അതായത് ക്ലാസിക് 350 ബുള്ളറ്റ് 350 പോലത്തെ വണ്ടികളൊക്കെ പോകുന്നവർക്ക് ഇപ്പം KVTയുടെ ഹെൽമെറ്റ് വേണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പോൾ അതിനും മേളിലോട്ട് ഇപ്പോൾ AGയുടെ ഹെൽമെറ്റ് വേണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അതിപ്പോൾ നമ്മൾ ഒരു ബ്രാൻഡിൽ നിന്ന് വേറൊരു ബ്രാൻഡിലോട്ട് മാറുമ്പോൾ നമുക്കറിയാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഹെൽമെറ്റ് സ്റ്റീൽ ബേഡായിരുന്നു. അതിൽ നിന്ന് ഞാൻ SMKയിലോട്ട് വന്നപ്പോൾ തന്നെ വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. SMKയിൽ നിന്ന് പിന്നെ KVTയിലോട്ട് വന്നപ്പോൾ അതിലും വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. അത് നമ്മൾ ഓരോ രീതിയിലായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു കണ്ടിന്യൂസ് യൂസേജിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം. ഇപ്പോൾ നമ്മൾ സ്പീഡിൽ പോകണമെന്നൊന്നുമില്ല. നമ്മളൊരു ഹൈവേയിൽ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ വിൻഡ് ബഫറ്റിങ്ങിൻ്റെ കാര്യങ്ങളായാലും വിൻഡ് നോയ്സിൻ്റെ കാര്യങ്ങളായാലും അതിൻ്റെ ആ എയറോഡൈനാമിക് കാരണം നമുക്ക് കുറയുന്ന എഫേർട്ടുണ്ടല്ലോ. നമുക്ക് ഈ വിൻഡ് അടിക്കുമ്പോഴാണ് നമ്മൾ ടയർഡാവുന്നത്. പ്രത്യേകിച്ച് നെഞ്ചു വിരിച്ച് പോകുന്ന ഇപ്പം നേക്കഡ് ബൈക്സിലും ക്രൂസർ ബൈക്സിലൊക്കെ നമ്മൾ ടയർഡാവാനുള്ള മെയിൻ കാരണം വിൻഡ് ബഫറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ ഈ ഹെൽമെറ്റൊക്കെ ഒരു ഫാക്ടറാണ്. നമ്മൾ വില കൂടുന്നതിൻ്റെ മാത്രം അതിന് സേഫ്റ്റി അതിനനുസരിച്ച് കൂടും. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. SMK നമ്മുടെ KVTയേക്കാളൊക്കെ നല്ല വെയിറ്റ് കൂടിയ ഹെൽമെറ്റായിരുന്നു.
ഞാനത് വെച്ചുകൊണ്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ 600-650 കിലോമീറ്ററൊക്കെ പോകുന്ന സമയത്ത്, ഒരു ദിവസം കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏകദേശം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു ഇത്, നമുക്ക് ആ വെയിറ്റ് നമ്മുടെ പെടലിക്ക് അറിയാം. പിന്നെ നമ്മളത് യൂസ് ടു ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. എന്നാലും അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പം ഇച്ചിരി കൂടെയൊക്കെ നമ്മളെ ആ ടയർഡ്നെസ് ഉണ്ടല്ലോ, നമ്മൾ എനർജി വേസ്റ്റ് ആവുകയാണ്, അത് കുറഞ്ഞു കിട്ടും. ഓഫ് കോഴ്സ് അതാണ് നമ്മൾ ചിലവാക്കുന്ന പൈസയൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്തുണ്ടാവും. ഞാൻ ഓഫീസിൽ പോലും എന്നും ഗ്ലൗസ് ഇട്ടുകൊണ്ട് പോകുന്ന ഞാനായിരുന്നു. ഒരു ദിവസം ഞാൻ ഗ്ലൗസ് ഇടാതെ പോയി, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പുറകിലിരുന്ന് പോയിട്ട് വീണിട്ട് കയ്യിലെ മുട്ടയിലെയൊക്കെ തൊലി പോയിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ മുറിവൊക്കെ വന്ന് നമ്മളെ തൊലിയൊക്കെ പോയാൽ പാടൊന്നും പിന്നെ മാറണമെന്നില്ല. ജീവിതകാലം മൊത്തം എൻ്റെ കയ്യിലൊക്കെ പാടുണ്ട് ഇപ്പോഴും, അതിങ്ങനെ കിടക്കും. അവിടെയാണ് നമ്മൾ ഈ സേഫ്റ്റി ഗിയേഴ്സിൻ്റെയൊക്കെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു എല്ലെടുക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാൾ എടുക്കുമെന്നറിയാം അത് ശരിയാവാൻ. ഞാനാദ്യം ബൂട്ട് മേടിക്കാൻ ഭയങ്കര മടിയായിരുന്നു, അത്രയും പൈസ കൊടുത്ത് മേടിക്കണം. പിന്നെ നമ്മൾ ഒന്നും വേണ്ട, ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലൊക്കെ ഉള്ള ഓരോ ക്രാഷ് വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, തൊലി റോഡിലിരിക്കും. കൈയും കാലും ഒടിഞ്ഞാലൊക്കെ എത്ര നാളെടുക്കുമെന്നറിയാം അത് ശരിയാവാൻ. ആ ചിലവുകൾ അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ കുറച്ചുകൂടെയൊക്കെ ആ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ, ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പം അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ആരും എടുക്കാറില്ലല്ലോ. പക്ഷേ ഒരു ബാക്കപ്പ് പ്ലാൻ, അതാണ് ശരിക്കും പറഞ്ഞ റൈഡിങ് കേസ്. ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ സേഫായിരിക്കാൻ വേണ്ടി നമ്മളല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമ്മൾ ജീവനോടിരിക്കാനും നമ്മുടെ സേഫ്റ്റി ഒക്കെ വേണ്ടിയാണ് നമ്മൾ റൈഡിങ് കേസൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോഴും ബൈക്ക് ഓടിക്കുന്നവരുടെയും 2 വീലർ ഓടിക്കുന്നവരുടെയൊക്കെ കാര്യമാണ് കേട്ടോ. അതുപോലെ കാർ ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഷോ ഓഫിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ ഒരു +2 കാലഘട്ടത്തിലൊക്കെ, ഇപ്പം നമ്മൾ +2 കഴിഞ്ഞ സമയമൊക്കെ നമ്മൾ ലൈസൻസ് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഞാനും അക്രമമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ 4 പേരെ കാണിക്കണം. അതായത് അതിനു വേണ്ടി നമ്മൾ വണ്ടി സ്പീഡ് എടുക്കും. അതായത് നമ്മൾ സ്പീഡിൽ പോകുന്ന എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു ഐഡിയോളജി നമുക്ക് ആ ടൈമിലുണ്ടായിരുന്നു. അത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാണേ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് താനും, നമുക്ക് കാണാം, നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം. അത് നമ്മൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളെന്തോ സംഭവമാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അച്ഛൻ്റെ പാഷനിലൊക്കെ ഞാനിങ്ങനെ ഒരു കാര്യമില്ലാതെ നമ്മളിങ്ങനെ കൈയൊക്കെ കൊടുത്തു പോകും. അപ്പം നമ്മുടെ ഒരു ഐഡിയോളജി എന്ന് വെച്ചാൽ, ഓക്കെ 4 പേര് നമ്മളെ കണ്ടിട്ട് നമ്മളെന്തോ വലിയ സംഭവമാണ്, ഈ ചെറിയ ബൈക്കിൽ പോലും നമ്മൾ ഭയങ്കര പ്രോ റൈഡറാണെന്നുള്ളൊരു കൺസെപ്റ്റൊക്കെയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് നമ്മൾ ആ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുമ്പോൾ, അതായത് ഇപ്പോൾ ഞാനിങ്ങനെ റൈഡ് പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ഒട്ടുമിക്ക സ്ഥലത്ത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കേരളത്തിലായാലും ഉണ്ട്. നമ്മൾ ഇങ്ങനെ പോകുമ്പം നമ്മുടെ മുമ്പ് ഷോ കാണിക്കും, നീ വലിയ വണ്ടി ഉള്ളതുകൊണ്ടല്ലടാ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മുടെ മുന്നിൽ വന്ന് വെട്ടിക്കുന്ന ആൾക്കാരുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് പാനിക്കാവും. പിന്നെ എനിക്ക് ശീലമായി. അതായത് നമ്മൾ മിററിൽ കാണുമ്പോഴേ നമുക്കറിയാം ഇവരെന്താണ് പ്ലാൻ. അതായത് ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ ഒരു വെട്ടിലുണ്ട്, എന്നിട്ട് ഇങ്ങനെ മറ്റേ പാമ്പ് പോകുന്ന പോലെ പൊളഞ്ഞൊക്കെ കാണിക്കും. അതും ഡേഞ്ചറാണ്, അതും ശരിയല്ല. അത് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ മറ്റൊരാൾ നമ്മുടെ മുന്നിൽ ചെയ്ത് കാണിക്കുമ്പം, ആഹാ ഇതെന്താ ഇങ്ങനെ എന്നും. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളൊരു കാലത്ത് നമ്മളും അങ്ങനെ കാണിക്കുന്നുണ്ട്, അത് ഇപ്പോൾ കാണിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ചിന്തിക്കണം, ഇത് ശരിയല്ല. നമ്മൾ അവരെ കാണുന്ന ഒരു കൺസെപ്റ്റിലായിരിക്കും ബാക്കിയുള്ളവർ നമ്മളെ കാണുന്നത്. അതായത് ഒരു ഇമ്മച്വർ, അല്ലെങ്കിൽ ചുമ്മാ ഷോ ഓഫ്, മറ്റുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരാൾ, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ മഴ പെയ്തിട്ടേ നമ്മുടെ ദേഹത്തോട്ട് ആ ഒരു തണുപ്പടിക്കുന്നുണ്ട്. ഈ നമ്മൾ കാറിനേക്കാളും എനിക്ക് ബൈക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണത്തിലൊന്നും ഇതാണ്. അതായത് നമ്മൾ ചൂടുണ്ടെങ്കിൽ ചൂടടിക്കും, തണുപ്പുണ്ടെങ്കിൽ തണുപ്പടിക്കും. അതായത് നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ചേഞ്ചസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യും. ആ കാറ്റടിക്കും, അവിടുത്തെ നമുക്ക് മണങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ കാട്ടിക്കൂടെയൊക്കെ പോകുമ്പം ഒരു പ്രത്യേക മണമുണ്ട്, അതെല്ലാം നമുക്ക് കിട്ടും.
സോ നമ്മൾ ചോർള ഘാട്ടിൻ്റെ വ്യൂ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു വ്യൂ പോയിന്റ്, ഇതുപോലെ കുറേ വ്യൂ പോയിന്റ് ഉണ്ടായിരിക്കും നമ്മളെ ഗാർഡ് സെക്ഷൻ കാണുന്നത്. കണ്ടോ, അങ്ങേ അറ്റം വരെ മലനിരകളാണ്, ഇങ്ങനെ ഹിൽസും ഫോറസ്റ്റും ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സോ കണ്ടില്ലേ, ചോർള ഘാട്ടിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നും ആയിട്ടായിരുന്നു വന്നതല്ല. മോട്ടോർ സൈക്കിൾ ഡേ ഒക്കെ അല്ലേ, റൈഡ് അടിച്ചില്ലേ എങ്ങനെ, ആ ഒരു കൺസെപ്റ്റിൽ ഇറങ്ങിയാണ് രാവിലെ. അത് മാത്രമല്ല കേട്ടോ, സൺഡേ ആണ്, ലോങ് വീക്കെൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗെറ്റ് അവേ എന്നുള്ളൊരു ഇതിലിറങ്ങിയതാണ് രാവിലെ. ഇപ്പോൾ അതിൻ്റെ വെയിലൊക്കെ ആയി, 8 മണി കഴിഞ്ഞു. അപ്പം തിരിച്ചു പോകാം എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, എന്തായാലും പോവല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുക്കാം. അതിൽ മോട്ടോർ സൈക്കിൾ ഡേയും കൂടെ ആയതുകൊണ്ട് മോട്ടോർ സൈക്കിളിനെ പറ്റി സംസാരിക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. ഇപ്പം ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ളവർ, അതായത് വണ്ടി എടുക്കണോ വേണ്ട എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവർ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് ഇപ്പോഴേ ടൈം ഉള്ളെങ്കിൽ ഇപ്പോൾ എടുക്കണം. കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ കാർ എടുക്കണം, അങ്ങനെ കൺസെപ്റ്റുള്ള കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രായം നമ്മളോട് നിൽക്കില്ല കേട്ടോ. കാരണം പിന്നെ അതെപ്പോഴും നമ്മളങ്ങനെ, ഇപ്പം സിന്ദഗി നബിലേക്ക് ഇത് പറയില്ല ഡയലോഗ് പോലെ, 40 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കും നമുക്കൊരു ഉറപ്പുമില്ല. 40 വയസ്സ് കഴിഞ്ഞിട്ട് സെറ്റിലായിട്ട് ഒരു GSA അഡ്വഞ്ചറോ അല്ലെങ്കിൽ ഒരു ടൈഗർ 1200 അല്ലെങ്കിൽ 900 ഒക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, പക്ഷേ അന്ന് ചിലപ്പോൾ നമുക്ക് അതിനുള്ള ആവതുണ്ടാവണമെന്നോ നമ്മളുണ്ടാവണമെന്നോ ഇല്ല. അത് പറഞ്ഞപ്പോഴാണ് മിസ്സായിപ്പോയൊരു കാര്യത്തെപ്പറ്റി പറയാൻ. അതായത് പലരും ടയർ വാങ്ങുമ്പോൾ, അതായത് ടയർ ബൈക്കിൻ്റെയൊക്കെ ടയർ മാറുമ്പോൾ ലൈഫുള്ള ടയർ എന്ന് പറയും. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ കാരണം അതിൻ്റെ റബ്ബേഴ്സ് അതുപോലെ തിക്കായതുകൊണ്ടും സ്റ്റഡി ആയതുകൊണ്ടുമാണ്. അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നൈലോൺ ടയേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ചെയ്യാൻ കാരണം അതിൻ്റെ മെറ്റീരിയൽ അത്രയും സ്റ്റഡി ആയിട്ടുള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ ഗ്രിപ്പ് കിട്ടണമെന്നില്ല. അതായത് ഇപ്പോൾ ഒരു വെറ്റ് ഗ്രിപ്പ്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഗാർഡ് സെഷൻ ആണെന്ന് ആലോചിച്ചത്, നമ്മൾ നല്ലോണം അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെച്ച്, ഇപ്പോൾ ഈ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു 60 കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 60 മേളിൽ കയറും. അപ്പോൾ വരുന്ന ബെൻഡിൽ നമുക്ക് അതേപോലെ വണ്ടി ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ടയർ വേണം. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാൻ പറ്റത്തില്ല, ഒരു മൈന്യൂട്ട് സെക്കൻഡിലായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകുന്നത്. ഇപ്പോൾ ആ ഒരു സ്പീഡ് വന്നിട്ട് ഈ ഒരു കോർണർ എടുക്കുമെന്ന് വിചാരിച്ചു, അപ്പോൾ നമ്മളെ ടയറിന് അതുപോലെ ഗ്രിപ്പില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലുണ്ടല്ലോ നമ്മുടെ വണ്ടി പാളും. അപ്പോൾ പലർക്കും അതേപോലെ വേറെ ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ ഗ്രൂവ്സ്, അതായത് ഈ വാട്ടർ ഗ്രൂവ്സ് ഉണ്ടല്ലോ ടയറിലെ, ഈ വെട്ടുകളും ഇതൊക്കെ. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള ഗ്രൂവ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഗ്രിപ്പാണ്, ഭയങ്കര ലൈഫ് കിട്ടുമെന്നു. അതൊക്കെ അങ്ങനെയല്ല, അത് വാട്ടർ റിപ്പല്ലൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ സാധനങ്ങളൊക്കെ. അത് നമ്മൾ ഒരിക്കലും പ്രൊഫഷണൽ അഡ്വൈസ് ഒന്നും അല്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു സജഷൻ പറയണം. അത് നിങ്ങൾ അത് വിചാരിച്ച്, കാരണം R15 വലിയ ഗ്രൂവ്സ് ഉള്ള ടയറൊക്കെ ഇട്ട് ആൾക്കാരെ എനിക്കറിയാം. എന്നിട്ട് പറയാം അത് ഭയങ്കര ലൈഫ് കിട്ടും അതുകൊണ്ട് ഇട്ടത്. എന്നാൽ അതിൻ്റെ കാരണം R15 പോലത്തെ വണ്ടിയുടെയൊക്കെ പർപ്പസ് അതേ അല്ല. ഇപ്പോൾ ഓഫ് റോഡ് പോകുന്ന വണ്ടികളാണ് ഓക്കെ, കാരണം അവർക്ക് ഓൺ റോഡിനേക്കാളും കൂടുതൽ ഓഫ് റോഡിലായിരിക്കും. ഇപ്പം ഓഫ് റോഡ് പോകുന്ന വണ്ടികളാണെങ്കിൽ തന്നെ ഇപ്പോൾ ഹിമാലയനൊക്കെ ഡ്യുവൽ പർപ്പസ് ടയേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് റോഡിലും ഗ്രിപ്പ് വേണം, ഓഫ് റോഡിലും ഗ്രിപ്പ് വേണം. അല്ലാതെ ഇപ്പോൾ ഓഫ് റോഡ് പർപ്പസ് മാത്രമുള്ള ടയറൊന്നും റോഡിൽ അത്രയും ഗ്രിപ്പ് കിട്ടത്തില്ല. ഇപ്പോൾ നല്ല സ്മൂത്ത് ടാർമാക്കിലൊക്കെ ഒരു ചവിട്ടി വണ്ടി നിൽക്കത്തൊന്നുമില്ല, വണ്ടി നീങ്ങിപ്പോവും, ഭയങ്കരമായിട്ട് സ്കിഡ് ചെയ്യും. അത് വലിയ എത്ര കട്ടിയുള്ള ഗ്രൂവ്സുള്ള ടയർ ഇട്ടാലും അതങ്ങനെ തന്നെ. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ടയറിനും ഓരോ പർപ്പസ് ഉണ്ട്. നമ്മൾ ലൈഫ് മാത്രം നോക്കി, ഇപ്പോൾ ടയറിൻ്റെ ലൈഫ് മാത്രം നോക്കി ടയർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറഞ്ഞു പോകും ചിലപ്പോൾ. സോ അതൊരു സജഷൻ മാത്രമാണ്. കാരണം നമ്മൾ വൺസ് യൂസ് ചെയ്ത് നമുക്കറിയാം, നമുക്ക് ആ കോൺഫിഡൻസ് മാറുന്നതും. പലരും ചുമ്മാ അങ്ങ് ഓടിച്ചു പോകുന്നതിനപ്പുറം അതൊക്കെ എനിക്ക് അനുഭവിച്ചത് നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴാണ്. നമ്മൾ ഓരോ ഗാർഡ് സെക്ഷനൊക്കെ നമ്മൾ നോർമൽ റോഡിൽ ഓടിക്കാതെ ഇപ്പോൾ ഒരു ഗാർഡ് സെക്ഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു ഹൈവേയിലൊക്കെ നമ്മൾ കത്തിച്ച് കയറി ഇപ്പോൾ നമ്മൾ 310 ഒരു കൺസെപ്റ്റിൽ ഒരു 140, 150, 160 ഒക്കെ കയറുന്ന വണ്ടിയാണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സ്പീഡിലൊക്കെ വന്നിട്ട് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫ്രണ്ടിലുണ്ടെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ സ്ലോ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാരിക്കേഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിക്കും. അപ്പം സഡൻ ബ്രേക്ക് പിടിക്കുമ്പോഴാണ് നമ്മൾ ടയറിൻ്റെ ഗ്രിപ്പ് ലൈഫ് എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാൻ ഒരാളുടെ MRF ഇട്ടൊരു ഡ്യൂക്ക്, ഇപ്പോൾ ഞാൻ MRF ഇട്ടൊരു ഡ്യൂക്ക് ഞാൻ ഓടിച്ചിട്ടുണ്ട്. അന്നാണ് ഞാൻ നമ്മുടെ മെറ്റ്സെല്ലറിൻ്റെയും അതേപോലെ മിഷലിൻ്റെയൊക്കെ ഒരു പവർ മനസ്സിലാവുന്നത്. കാരണം MRF ഇട്ട് ഓടിക്കുമ്പോഴേ നമ്മളിങ്ങനെ ഒരു വളം എടുക്കാമെന്ന് തിരിച്ചു, ഈ വൈറ്റ് ലൈനിലൊക്കെ വരുമ്പോൾ ബാക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും, ഒരു സൈഡിലോട്ട് അങ്ങ് പാളും.
അത് കാണുമ്പോൾ നല്ല ഗ്രൂപ്പ്സും നല്ല ഗ്രിപ്പൊക്കെ ഉണ്ടെന്ന് തോന്നും, പക്ഷേ അത് അങ്ങനെയല്ല. അത് ആ മെറ്റീരിയലാണ്. അതായത് കാരണം അത്രയും പവർ കിട്ടുന്ന വണ്ടിയാണ്. ആ ബാക്ക് വീലിലേക്ക് അത്രയും പവർ ഇൻപുട്ട് ചെയ്യുന്ന വണ്ടികൾക്കൊക്കെ അതിനനുസരിച്ച് റോഡ് ഗ്രിപ്പ്, ഞാൻ പറയുന്നത് ഗ്രൂപ്പ്സിൻ്റെ കാര്യമല്ല, റോഡ് ഗ്രിപ്പ് രണ്ടും രണ്ടാണ്. അത് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമ്മൾ നല്ല ടയർ ഇടാൻ തുടങ്ങും. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് TVS ഗ്രിപ്പ് റോട്രോക്കാണ്. അത് അടിപൊളി ടയറാണ്. ആ ബഡ്ജറ്റിൽ അത് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. വെറ്റ് ഗ്രിപ്പ് ആയാലും ഞാൻ നല്ല മഴയത്ത് ഓടിച്ചിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് കിടക്കുമ്പോഴും ഓടിച്ചിട്ടുണ്ട്, എന്നിട്ട് ചരല് വരെ ഓടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്കറിയാൻ പറ്റും ഇത് ചരല് വലിയ ഗ്രിപ്പൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറയുന്നത് വണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സ്പോർട്സ് ടയർ ആണെങ്കിൽ പോലും അത് നമുക്ക് വണ്ടി ഇപ്പോൾ ഏത് സിറ്റുവേഷനിലും നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുള്ള കോൺഫിഡൻസ് ടയർ തരുന്നുണ്ട്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ് ടയർ. മിഷലിൻ എനിക്ക് റോഡ് 5 എനിക്ക് ഓൾമോസ്റ്റ് 22,000 സംതിങ് കിലോമീറ്റേഴ്സ് ഓടി. ഇത് 10K ഒക്കെ ആകുമ്പോൾ തീരും. 10K 12K ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം അഗ്രസീവായിട്ട് ഓടിക്കുന്നവർക്കൊക്കെ അത്രയും, അതുപോലെ ഹൈവേ ടൂറിങ്ങും ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ അത്രയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ ആ ഗ്രിപ്പ് അടിപൊളിയാണ്. സോ നമുക്ക് വീണ്ടും നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് വരാം. അതായത് ഇന്ന് വേൾഡ് മോട്ടോർ ഡേ ആണല്ലോ. അപ്പം ടു ഓൾ ദി മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റ്, സോ അവർക്കെല്ലാം ഞാൻ ഒരു ഹാപ്പി മോട്ടോർ സൈക്കിൾ ഡേ വിഷ് ചെയ്യുന്നു. അതേപോലെ ഇനിയും ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വേണോ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഒരു ബൈക്ക് എടുത്ത് നോക്കുക. അല്ലെങ്കിൽ റെൻ്റലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, നമ്മളൊരു റെൻ്റലെടുത്ത് ചുമ്മാ ഒരു ട്രിപ്പ് പോയി നോക്കുക. കാരണം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്, വണ്ടി എടുക്കണോ വേണ്ടായോ എന്ന്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു മോട്ടിവേഷനാണ്. അത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ പറയുന്നത് നല്ല എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ്. ഇപ്പം നല്ലൊരു റൈഡ് പോയി കഴിഞ്ഞാണ്ടല്ലോ ഉറപ്പായിട്ട് അയാൾ വണ്ടി എടുക്കും 100%. ഇനി മണിയാണ്, പൈസയാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ, ആക്ച്വലി ഞാൻ ഈ വണ്ടി എടുത്തത് ജോലി കിട്ടി ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ്. അത്രയും നാൾ ഞാൻ എൻ്റെ സെക്കൻഡ് ഹാൻഡ് FC, അതായത് FC ഞാൻ കുറേ നാൾ ഉപയോഗിച്ച് ഏകദേശം 90,000 കിലോമീറ്ററോളം 89,000 കിലോമീറ്റേഴ്സോളം വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ FC ഫസ്റ്റ് ജനറേഷൻ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് R15 ഒക്കെ കൊച്ചിലെ തൊട്ടേ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ വീട്ടിൽ അതിനുള്ള ബഡ്ജറ്റ് കുറവായിരുന്നു. പിന്നെ അപ്പോൾ പിന്നെ നമുക്കൊട്ടുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞാൻ കുറേ നാൾ കാത്തിട്ടാണ്. അപ്പം ഏകദേശം ജോലി കിട്ടി 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ ചെയ്തു, നമുക്കൊരു ബൈക്ക് എടുക്കണമല്ലോ. അപ്പം നല്ലൊരു അപ്ഗ്രേഡ്, അതായത് 200cc എബോ, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. കാരണം അത്രയും നാൾ 150cc എടുത്തത് കൊണ്ട് ഒരു 250cc മിനിമം എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിച്ച് തുടങ്ങിയത്. അതും എൻ്റെ ഫസ്റ്റ് കൺസിഡറേഷൻ ജിക്സർ 250 ആയിരുന്നു, SF 250. അതെനിക്ക് കിറ്റുള്ള വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ R15 ഉണ്ടായിരുന്നു. R15 ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്തു, കാരണം ഇനി 150cc ഒതുങ്ങുന്നില്ല. കാരണം ഇച്ചിരി ഒരു ടോർക്കും പവറും ഉള്ളൊരു വണ്ടി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ നോക്കി തുടങ്ങിയത് തന്നെ. ഡ്യൂക്ക് 250 നോക്കി, ജിക്സർ 250 SF നോക്കി. അത് കഴിഞ്ഞപ്പം നമുക്ക് ഇപ്പോൾ ഡ്യൂക്ക് 250 ഒക്കെ നോക്കുമ്പോൾ തന്നെ നമ്മൾ 390 അവിടെ ഇരിപ്പുള്ളതുകൊണ്ട് നമ്മൾ ചുമ്മാ നോക്കും. അങ്ങനെ 390 നോക്കി. പിന്നെ എന്താ പറയുക, നമ്മുടെ BMW G310R നോക്കി. ഇതെല്ലാം ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു. ഇങ്ങനെ പല വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു. പിന്നെ കവാസക്കി പൈസ അന്ന് ഓൺ റോഡ് 4,20,000 ആണ്. ഇപ്പോഴേ ഏകദേശം അത്രയൊക്കെ തന്നെ. ആ വണ്ടിയുടെ ഒന്നും വില കുറയത്തേ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു, അതും സെക്കൻഡ് ഹാൻഡ് നോക്കി. കാരണം ഇനി ഒരു 2.5 ഒക്കെ രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുതലാണല്ലോ, അല്ലെങ്കിൽ 3 രൂപയ്ക്ക് താഴെ നല്ല വണ്ടി കിട്ടുമോ, അതൊക്കെ നോക്കിയായിരുന്നു ഞാൻ. പക്ഷേ ഈ വണ്ടി ഞാൻ ആ കൂട്ടത്തിൽ ടെസ്റ്റ് റൈഡ് അടിച്ചു. എൻ്റെ മെയിൻ കൺസിഡറേഷൻ ഡ്യൂക്ക് 390 ആയിരുന്നു കേട്ടോ അവസാനം വന്നപ്പോൾ. അതായത് ജിക്സർ 250 SF തുടങ്ങി എനിക്ക് ഡ്യൂക്ക് 390യുടെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ആ ദിവസം തന്നെ ഇതും ടെസ്റ്റ് റൈഡ് അടിച്ചത്. അപ്പോൾ ഇതിനെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മളെ കിറ്റുള്ള വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്, എന്തോ വലിയൊരു സംഭവം. നമ്മളൊരു വലിയൊരു സാധനത്തിന് ഉള്ളിലിരുന്ന് പോകുന്നൊരു ഫീലുണ്ട്. പ്രത്യേകിച്ച് ഈ വണ്ടിക്ക് അത് നല്ലോണമുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന, നമ്മൾ ആ എയർ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിൽക്കിയിരിക്കുന്ന ഒരു ഫീലുണ്ട്. കാരണം സീറ്റ് കമ്പാരിറ്റീവ്ലി ഇച്ചിരി ലോ ആണ്. ലോ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഹാൻഡിൽ ബാറിൻ്റെ ഒക്കെ പൊസിഷൻ വെച്ചിട്ട്, ഇപ്പോൾ R15 നിങ്ങൾ ഇരിക്കുമ്പോൾ അറിയാം, അത് ഇച്ചിരിയുടെ അഗ്രസീവ് സീറ്റിംഗ് ആണ്. ഇതിന് ഇച്ചിരിയുടെ നമ്മളൊന്ന് ടക്കിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ആ ടാങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ്, നമ്മൾ ആ എയർ പോക്കറ്റിൻ്റെ ഉള്ളിലാണ്. അതൊരു വേറെ ഫീലാണ്. അപ്പോൾ അങ്ങനൊരു ഇതൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ വണ്ടിയിലോട്ട് പോയത്. അതായത്
അപ്പോഴും എൻ്റെ സാലറി എന്ന് പറയുന്നത് വെറും 31,000 എന്തോ ഉള്ളത്. ഒന്ന് EMI വരുന്നത് 15 രൂപയാണ്. ഞാൻ ബാക്കി എല്ലാം ഒഴിവാക്കി ആ ഒരു ഇതിൽ, അതായത് മറ്റേ FC ഞാൻ കൊടുത്തു, സെക്കൻഡ് ഹാൻഡ്. അത് കൊടുത്തിട്ട് ആ പൈസയ്ക്ക് ഞാൻ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ വാങ്ങി. അതായത് നമ്മൾ അപ്പോഴേ ഞാൻ ജാക്കറ്റും, കാരണം പവർഫുൾ വണ്ടി എടുക്കുകയാണ്, നമുക്ക് ആ ഒരു ഇത് പോരാ, കാരണം നമുക്ക് സേഫ്റ്റി കൂടുതൽ വേണം എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഞാൻ ജാക്കറ്റും ഗ്ലൗസും ഒന്നേ വാങ്ങി, ബൈക്ക് എടുത്ത് ആ ഒരു ഇതിൽ. പിന്നെ കൊണ്ടുനടക്കാൻ നമ്മൾ ഇപ്പം പിന്നാണ് വേറൊരു സത്യം മനസ്സിലാക്കുന്നത്, നമ്മൾ എടുക്കുന്നത് പോലല്ല കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിന് വീണ്ടും ചിലവാകും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണം. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു വണ്ടി നല്ല രീതിയിൽ കിടക്കില്ല. അപ്പോൾ അതിന് എക്സ്ട്രാ ചിലവ് വരും. ചിലരുണ്ട് മോഡിഫൈ ചെയ്യും, ടയർ മാറ്റത്തില്ല, മറ്റേ മൊട്ട ടയർ ഇട്ടിട്ട് എക്സോസ്റ്റൊക്കെ മാറ്റിക്കൊണ്ട് നടക്കുന്നതാണ്. അതൊക്കെ വെറും എന്താ പറയുന്നത്, അവർക്കൊന്നും അതിൻ്റെ അതാ നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച്. ഇപ്പോൾ വണ്ടി നല്ല കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും, നമ്മൾ ചുമ്മാ ഈ ഷോ കാണിക്കുന്നതിനും എക്സോസ്റ്റൊക്കെ എല്ലാ എക്സോസ്റ്റും വെക്കുന്നൊരു ഷോ ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ചിലരുണ്ടല്ലോ, ഇപ്പോൾ ടയർ പോലും മാറ്റാതെ, അല്ലെങ്കിൽ ചെയിൻ്റെ അടി കേൾക്കും, എന്നാലും അത് ശരിയാക്കാതെ വണ്ടിയുടെ മിററിൽ മറ്റേ ഫോൾഡബിൾ മിറർ വേറെ ടൈപ്പ് വെക്കുന്നവരൊക്കെ ഉണ്ട്. വാ, എന്താ ഗ്രീനറി. ഞാൻ അങ്ങനെയുള്ളവരെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വണ്ടി മോട്ടോർ സൈക്കിൾ ഓണർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. വാ, രക്ഷയില്ലല്ലേ, കണ്ടില്ലേ? ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ ചുമ്മാ നിർത്തുകയാണ്. ഈ പച്ചപ്പിലൊക്കെ വെയിലടിച്ചിട്ട് ഭയങ്കര തിളക്കം. ഇതാണ് ഇപ്പോൾ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഇതാണ്. അപ്പോൾ പുല്ലൊക്കെ ഇങ്ങനെ കിളിച്ച് വരുന്നേ ഉള്ളൂ. സോ ഏത് വാഹനം വാങ്ങിച്ചാലും ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ അന്ന് തോന്നിയെങ്കിലും ഞാൻ പിന്നെ ജോലി മാറേണ്ട വന്നു. കാരണം നമുക്ക് വണ്ടി മാത്രം ഓടിച്ചാൽ പോരാ, നമുക്ക് ജീവിക്കണം, വീട്ടുകാരെ നോക്കണം. ആ ഒരു ഇതിനു വേണ്ടി നമ്മൾ വേറെ നല്ല ജോലി നോക്കും. സോ അങ്ങനെയൊക്കെ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ ഒരു വണ്ടി എടുക്കുമ്പോൾ. എനിക്ക് വേണമെങ്കിൽ ഇതിന് വരെ ഇപ്പം ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്ത് കവാസക്കി നിഞ്ച 300 എടുക്കായിരുന്നു. പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. ഞാൻ പലരോടും സംസാരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അന്ന് എൻ്റെ സാലറി ഒക്കെ ആയിരുന്നു പലരുടെയും സർവീസ് കോസ്റ്റ്. ഞാൻ ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ 30,000 25,000 എന്നൊക്കെ പറയും സർവീസ് കോസ്റ്റ്. കവാസക്കി നിഞ്ച 300 അറിയാം, അതുപോലെ BMW സെയിം. അതുകൊണ്ടാണ് ഞാൻ G310R എടുക്കാതെ നേരെ ഇതിലോട്ട് ചാടിയത്. കാരണം കമ്പാരിറ്റീവ്ലി TVSൻ്റെ അതിൻ്റെയും തമ്മിൽ സർവീസിൻ്റെ കോസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ബെറ്റർ ടയേഴ്സ് വരുന്ന ഇതിലാണ്. അവർ മിഷലിൻ പൈലറ്റ് സ്ട്രീറ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്, നമ്മൾ TVSന് റോഡ് 5 ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. സോ അതൊക്കെയാണ് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ഓരോന്നിങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ ബഡ്ജറ്റൊക്കെ നോക്കി ഒരു വണ്ടി എടുക്കണം. ഇപ്പോൾ ഞാൻ പറയില്ല, ആഗ്രഹമുള്ളവരങ്ങനെ കെട്ടിപ്പൂട്ടിയിടരുത്. അതിനുവേണ്ടി അധ്വാനിക്കണം, അത് നേടിയെടുക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. എങ്കിലേ നമുക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കംഫർട്ട് സോണാണ്. ഇപ്പോൾ അന്ന് എനിക്ക് വേണമെങ്കിൽ മൈലേജൊക്കെ നോക്കി ഇച്ചിരി പലരും ഇപ്പം ഞാൻ കുറച്ച് കാണുന്നതല്ല, ഇച്ചിരി കുറഞ്ഞ വണ്ടി, അതായത് ഇപ്പോൾ 300cc പകരം എനിക്ക് വേണമെങ്കിൽ ഒരു 200 or 250cc എടുക്കും. ഇപ്പോൾ Duke 250 എടുക്കാം. അത് അത്ര മോശം വണ്ടിയൊന്നുമല്ല, അത് അടിപൊളി വണ്ടിയാണ് ആ ബഡ്ജറ്റിൽ. ജിക്സർ SF 250 എടുക്കാം, അത് കിറ്റുമുണ്ട്. പക്ഷേ നമ്മൾ വൺസ് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൻ്റെ ബ്രേക്കിംഗ് അടിപൊളിയാണ്. ജിക്സർ SFനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് അടിപൊളിയാണ്. സോ ഞാനത് പറയാൻ കാരണം വേറൊന്നുമല്ല, അതായത് ഇപ്പം നമ്മുടെ കൺസിഡറേഷൻ, ഇപ്പം ഞാൻ തന്നെ കുറേ വണ്ടികൾ കൺസിഡർ ചെയ്തിട്ടാണ് 310 എത്തിയത്. കാരണം നമ്മൾ മറ്റൊരാൾ ഓടിക്കുന്ന കണ്ടിട്ട് ഇപ്പോൾ അയാൾക്ക് അത് വണ്ടി ചേരുന്നുണ്ട്, അയാൾ പറയുന്നത് നല്ല വണ്ടിയാണ്, അതുകൊണ്ട് മാത്രം നമ്മളൊരു വണ്ടി എടുക്കരുത്. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഓടിച്ച് നോക്കും. അത് നമ്മൾ വെറുതെ ഒരു കാണുന്ന ഒരു ഇഷ്ടത്തിന് മാത്രം എടുക്കരുത്. നമ്മളൊന്ന് ഓടിച്ച് നോക്കുമ്പോൾ അറിയാം നമുക്ക് പറ്റുന്നതാണ്, നമ്മുടെ ഹൈറ്റിനും ഒക്കെ മാച്ച് ആവുന്നൊരു തരത്തിലുള്ള വണ്ടികളുണ്ട്. ജസ്റ്റ് കണ്ടെടുക്കുന്നത് മാത്രമല്ല, നമ്മൾ അതുമായിട്ട് ലിവ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടില്ലേ, നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം. അല്ലെങ്കിൽ ലോങ് ഓടിക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് ലോങ് ഓടിച്ച് നോക്കണം. ഒരു 10 കിലോമീറ്ററെങ്കിലും ഓടിച്ച് നോക്കുമ്പം നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ട്. ചില വണ്ടികൾ 10 കിലോമീറ്ററിനും അപ്പുറം പോകുമ്പോഴായിരിക്കും, അതായത് ഒരു ലോങ് റൈഡൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴായിരിക്കും നമുക്കത് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആണോ, നമുക്കത് എത്രത്തോളം ഇണങ്ങുന്നതെന്നൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ പലരും എടുക്കാത്തത് നടുവിന് വേദന എടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ 310 ആ ഇഷ്യൂ ഇല്ല. ഓടിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം. ഒരു നല്ല 310 യൂസേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, വണ്ടിക്ക് അങ്ങനെ നടുവിന് വേദന നമുക്ക് എടുക്കാറില്ല. ഒറ്റയ്ക്ക് പോവാണെങ്കിൽ കേട്ടോ. വിത്ത് പില്ലിനാകുമ്പം നടുവിന് എടുക്കും ഓഫ് കോഴ്സ്.
പിന്നീടുള്ള മറ്റു ചിലരെന്ന് പറഞ്ഞാൽ ബൈക്ക് റൈഡ് പോയിട്ട് എന്ത് റിട്ടേൺ കിട്ടും, അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ആ പൈസ വെറുതെ പോലെ ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്ത പോലെ അങ്ങനെയൊക്കെ ഭയങ്കര എക്കണോമിക്കലി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും റിട്ടേൺസ് പൈസയിലല്ല. ഇതൊക്കെ നമുക്കൊരു പുതിയ കാഴ്ചയായിരിക്കും. അതുതന്നെയാണ് ബൈക്ക് റൈഡിങ്ങിൻ്റെയും അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെയും ഒക്കെ ഒരു ഗുണം. സോ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ ആവുമെന്ന് കരുതുന്നു. അതിനുവേണ്ടി തന്നെ ചെയ്തതാണ്, അല്ലാതെ ഞാൻ ചുമ്മാ വരുമ്പം എനിക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ആർക്കെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, ബൈക്ക് വാങ്ങിക്കാൻ മടിച്ച് നിൽക്കുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. ബൈക്ക് എടുക്കട്ടെ അവരൊക്കെ, ട്രാവൽ ചെയ്യട്ടെ അവരൊക്കെ, എൻജോയ് ചെയ്യട്ടെ അവരൊക്കെ. സേഫായിട്ട് പോവാം. അതായത് ചുമ്മാ ബൈക്ക് ഓടിക്കുക, അല്ലാതെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, റോഡിലുള്ള മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. അതായത് ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്നുള്ള കൺസെപ്റ്റൊക്കെ മാറ്റി വെക്കുക. റൈഡിങ് കേസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത്യാവശ്യം ബഡ്ജറ്റിലൊക്കെ ഇഷ്ടംപോലെ റൈഡിങ് കേസ് കിട്ടാറുണ്ട്. കാരണം അതൊക്കെ നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ല, ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലാണത്. സോ എല്ലാവരും എൻജോയ് ചെയ്യുക, ബൈക്ക് റൈഡ്സൊക്കെ പോവുക, സ്വന്തം ബൈക്കിനെ സ്നേഹിക്കുക. അപ്ഗ്രേഡ്സ് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക. കാരണം അങ്ങനെയാണ് നമ്മളും ഗ്രോ ആവുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അധ്വാനിക്കും. പകരം നമ്മളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പലരും അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും, എല്ലാ മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റുകൾക്കും ഞാൻ എൻ്റെ ഹാപ്പി മോട്ടോർ സൈക്കിൾ ഡേ വിഷ് ചെയ്യുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.